ജൂൺ മാസത്തിലെ ഒരു മഴക്കാലം. പുറത്ത് നല്ല മഴ, വീട്ടിനകത്ത് എനിക്ക് നല്ല ചുമ. എന്നൊരു ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം എൻ്റെ BP 170/110 എന്ന് കണ്ടെത്തുന്നു. ഡോക്ടർ പറഞ്ഞു, സാരമില്ല, ചുമയുണ്ടാകുന്ന സമയത്ത് BP ഷൂട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചുമക്കുള്ള മരുന്ന് തരാം, അത് കഴിച്ച് ചുമ മാറി ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം താങ്കൾ ഒന്നുകൂടെ വരിക. ഞാൻ പറഞ്ഞു, വരാം. 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. അപ്പോൾ BP ചെക്ക് ചെയ്യുന്ന സമയത്ത് 150/100 നിൽക്കുന്നു. ഡോക്ടർ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയാണ്, ഞാനൊരു BP പേഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആയി. അതിനോടൊപ്പം തന്നെ എന്നോട് ചോദിച്ചു, താങ്കളുടെ ആഹാര രീതി ഒന്ന് വിവരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാലത്തൊരു ചായ കഴിഞ്ഞാൽ പ്രാതലിന് ഒരു 8-9 ഇഡ്ഡലി കഴിക്കും, അതിൻ്റെ കൂടെ ഒരു ചായ. ഒരു 10-10 എന്ന സമയത്ത് ജോലി സ്ഥലത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായ, ഒരു പഴപ്പൊരി ഉണ്ട്. ഒരു 12:30 സാമാന്യം തരക്കെടില്ലാത്ത ഒരു ഊണ്. ഒരു 3-3:30 ആകുന്ന സമയത്ത് വീണ്ടും ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായയും കടി. ഇത് ഞാനങ്ങനെ തുടർന്നു. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിക്കൊണ്ടത് പറഞ്ഞു, താങ്കൾ 2 ദിവസത്തെ ആഹാരം 1 ദിവസം കഴിക്കുന്നുണ്ട്. അതിലോട്ട് വരാം. ബഹുമാനപ്പെട്ട ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ പ്രസിഡന്റ്, ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും നമസ്കാരം. മോർണിംഗ് റൂട്ടീൻ ആനുകാലിക ജീവിതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. നമ്മളിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ച് യുവാക്കളിൽ കൂടുതൽ, കാലത്ത് എണീക്കുന്ന സമയത്ത് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 1-2 പ്രാവശ്യം സ്നൂസ് ചെയ്യും. ശേഷം ഉണർന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് കുറേ സമയം അവിടെ ചെലവഴിച്ച ശേഷം നേരെ ബാത്റൂമിലോട്ട് ഓടി കൃത്യങ്ങൾ കഴിഞ്ഞ് ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും പെട്ടെന്ന് ഓഫീസിലോട്ട് എത്തുന്ന ഒരു ശീലം ഒരുപാട് ആളുകൾക്ക്. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഉറങ്ങി 6, 7, 8 മണിക്കൂർ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കും. അതിന് സൈക്കോളജിയിൽ, സയൻസിൽ ആൽഫ സ്റ്റേജ് എന്ന് പറയും. ആ സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള മെയിൽ ചെക്ക് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരു ഹൈ അലർട്ട് മോഡിലോട്ട് നമ്മുടെ തലച്ചോറിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്നും സൈക്കോളജിയിൽ പറയാം. ഇത് തുടർന്ന് കഴിഞ്ഞാൽ, കുറെ കാലം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, കാര്യക്ഷമത അത് കുറയുകയും ചില ചീത്തക്കൂട്ടുകൾ ലൈക്ക് ക്ഷീണം, തളർച്ച, മടി, അലസത തുടങ്ങിയ കാര്യങ്ങൾ, ചീത്ത ഗുണങ്ങൾ നമ്മുടെ സന്തത സഹചാരികളെ നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരെയും ഓർമ്മിക്കുന്നു. ഇനി അടുത്തത് ഡോക്ടർ പറഞ്ഞതിലോട്ട് വരാം. 2 ദിവസത്തെ ആഹാരം 1 ദിവസം കഴിക്കും. അതിനോടൊപ്പം എന്നോട് ചോദിച്ചു, താങ്കൾ കഴിക്കുന്ന ആഹാരം അതിന്റെ കലറി എത്രയാണെന്ന് അറിയാമോ? ഇത് ഏതെങ്കിലും രീതിയിൽ ബേൺ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വല്ല വ്യായാമം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോഴും ഒരു ലോലഹൃദയനാണ് ഞാൻ. എനിക്കൊന്ന് കൊണ്ട്. പക്ഷേ അടുത്ത ദിവസം മുതൽ ഞാൻ നടക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ദിവസത്തിൽ ഒരു 40-45 മിനിറ്റ് നടക്കുന്ന ഒരു ശീലം തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് യോഗയുടേതായിട്ടുള്ള ചില കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങി. അത്യാവശ്യം പ്രാണായാമം, സൂര്യ നമസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യം. പക്ഷെ എൻ്റെ ആഹാരക്രമത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ആഹാരം ഞാൻ ഇങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറച്ചു വർഷങ്ങളോട് കഴിഞ്ഞ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് ചില ശീലങ്ങൾ, ചായ, കാപ്പി പോലത്തെ ശീലങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോവുകയും, അതേ സമയത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ചില നോൺ വെജ് ആഹാരങ്ങൾ, ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്നിൽ നിന്ന് എനിക്ക് അതിനോടുള്ള താല്പര്യം കുറയുകയും ചെയ്തു. എന്നാലോ ചില ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഇന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ. അതിന് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് കൂടി. പക്ഷെ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഞാൻ എന്നിൽ തന്നെ ഒരു പുറകെ പോകുന്ന ഒരു എന്താ പറയുക, ഒരു പതുക്കെ പോകുന്ന
ഇത് എനിക്ക് തോന്നുകയും എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മോൻ തന്നെ ഒരു ദിവസം പറഞ്ഞു, അച്ഛൻ ഈ രീതിയിൽ ആഹാരം ഒന്നും കഴിക്കാതെ അതും വേണ്ട ഇതും വേണ്ട എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ അച്ഛമ്മയെ പോലെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് ഇരിക്കേണ്ടി വരും കേട്ടോ. അന്ന് അതെനിക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അന്നൊരു ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ അല്ലാത്ത മകൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു തിരിച്ചറിവ് കൂടി ഉണ്ടായി. അപ്പോൾ ഞാൻ ചെയ്തത് ആഹാരത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ആഹാരങ്ങളും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പക്ഷേ അതിന് ഒരു മിതത്വം ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ എല്ലാം കഴിക്കാം, എല്ലാ ആഹാരവും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത രീതി തുടർന്ന് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എണീറ്റതും 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. അതിനുശേഷം ഒരു 40-45 മിനിറ്റ് നടക്കുന്നു. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ബ്രീതിങ് എക്സസൈസ് കാര്യങ്ങൾ വെച്ചു. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു 70-80% എന്നോട് പുറത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും.